ഹരിയാനയിൽ രാഷ്ട്രീയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. 3 സ്വതന്ത്ര MLA-മാരാണ് പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. അതായത് സൗബൽ സാങ്വാൻ, രൺധീർ സിംഗ് ഗൊലേൽ, അതുപോലെ ധരംപാൽ ധോന്തർ എന്നിവരാണ് പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായ ഒരു കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ലോക്സഭാ പോളിംഗ് ഹരിയാനയിൽ എത്തിയിട്ടില്ല. ആ ഒരു സമയത്താണ് BJP സർക്കാരിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ ആക്കുന്നത്. ഇപ്പം ഹരിയാനയിൽ 10 ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കാൻ ഇരിക്കുന്ന ഈ മാസം 25-ാം തീയതി ഇരിക്കുകയാണ്. അതിനിടയിലാണ് 3 സ്വതന്ത്ര MLA-മാർ BJP സർക്കാരിന് പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് അവിടെ ഭരണമാറ്റം നടന്നിരുന്നത്. അവിടെ മനോഹർ ലാൽ ഖട്ടാർ രാജിവെച്ചുകൊണ്ട് നയാബ് സിംഗ് സൈനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു. കർണാലിൽ നിന്നുമുള്ള മനോഹർ ലാൽ ഖട്ടാർ രാജിവെച്ച ആ ഒഴിവിലേക്കാണ് നയബ് സിംഗ് സൈനി കർണാൽ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇപ്പം അതിന്റെ ഇടയ്ക്ക് ഒരു സ്വതന്ത്ര MLA-യും BJP-യിൽ ചേരുന്നുണ്ട്. അയാളും രാജിവെക്കുകയുണ്ടായി. അതായത് 88 അംഗങ്ങളാണ് ഹരിയാന നിയമസഭയിലുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ 3 പേർ പിന്തുണ പിൻവലിച്ചു. അതോടുകൂടി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ അംഗബലം 43 പേരായി ചുരുങ്ങി. കേവല ഭൂരിപക്ഷം വേണ്ടത് 45 അംഗങ്ങളുടെ പിന്തുണയാണ്. അതാണ് സർക്കാരിന്റെ മുന്നിൽ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയാനുള്ളത്, പഴയ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, പഴയ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാൽ ഖട്ടാറിന്റെ അടുപ്പക്കാരാണ് ഇപ്പൊ വിഡ്രോ ചെയ്ത ഈ 3 പേരും. ശരിക്കും പറഞ്ഞാൽ BJP-ക്കകത്തെ അടിയാണ് പുറത്തു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാൽ ഖട്ടാറിനെ മാറ്റിയതിന്റെ പേരിലാണ് ഈ 3 പേരെ കൊണ്ട് വിഡ്രോ ചെയ്യിപ്പിച്ചത്. 90 സഭയാണ് അതിലിപ്പോ. ഭരണപക്ഷത്തിന് ആണെങ്കിൽ 42 സീറ്റും പ്രതിപക്ഷത്തിനാണെങ്കിൽ 46 സീറ്റുമാണുള്ളത്. അവിടെയും ഉണ്ട്, ഈ പ്രതിപക്ഷത്തിനുമുണ്ട് 5 സ്വതന്ത്രന്മാർ. ഇനി പറയാനുള്ളത് BJP സുരക്ഷിത തന്നെയാണ്. കാരണം ജനനായക് ജനതാ പാർട്ടി MLA-മാർ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അവിടെ BJP-ക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം 4 മുതൽ 5 JJP MLA-മാരുടെ പിന്തുണയുണ്ട് അവിടെ BJP-ക്ക്. ഇതിനിടയ്ക്ക് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള ശ്രമമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികമാണല്ലോ, രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണം എന്നുള്ള ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും നടക്കില്ല. ഒറ്റ ക്ലിക്കിൽ ദാരിദ്ര്യം മാറ്റണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണോ ആ 3 പേരും ഈ കോൺഗ്രസിലേക്ക് പിന്തുണയ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കണ്ട് കോൺഗ്രസ് തെറ്റിദ്ധരിക്കേണ്ട. കോൺഗ്രസിന് വിജയം സുനിശ്ചിതമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. വെറും തോന്നൽ മാത്രമാണത്. ഇതൊരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റാണെന്ന് കരുതുന്ന കോൺഗ്രസിനോട് പറയാൻ എനിക്കുള്ളത് ഇത്ര മാത്രമാണ്. എപ്പോഴും വിജയിച്ച് മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഇടയ്ക്ക് തുലാസ് ഒന്ന് താഴും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത്ര മാത്രമാണ്.